പത്തനംതിട്ടയുടെ മലയോര മേഖലയിൽ മഴ തുടരുന്നു. പമ്പ, അച്ചൻകോവിൽ, മണിമലയാർ എന്നിവിടങ്ങളിൽ ജലനിരപ്പ് ഉയരുന്നു. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിലും കോടിമേഖലകളിലും ടൗണിലെ വ്യാപാരികളും ജാഗ്രത പുലർത്തണമെന്ന് പരപ്പനാട് ഗ്രാമപഞ്ചായത്തിൽ നിന്നും അറിയിക്കുന്നു. കാലവർഷം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കെ പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നതിനാൽ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നതിനാൽ നദീതീരങ്ങളിൽ താമസിക്കുന്നവരും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും വ്യാപാരികളും ജാഗ്രത പുലർത്തണമെന്ന് അറിയിച്ചുകൊള്ളുന്നു. കക്കി ഡാം രാവിലെ 11 മണിക്ക് തുറക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഡാം തുറക്കുമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ അറിയിച്ചു. കക്കി ഡാമിലുള്ള 4 ഷട്ടറുകളിൽ 2 ഷട്ടറുകൾ മാത്രമായിരിക്കും തുറക്കുന്നത്. നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ വനപ്രദേശങ്ങളിൽ അതിശക്തമായ മഴ തുടരുന്നുണ്ട്. ഇത് കാരണം കക്കി റിസർവോയിലും പമ്പാ നദിയിലുമുള്ള ജലനിരപ്പ് വർദ്ധിച്ചുകൊണ്ടുവരികയാണ്. അപ്പോൾ ഈ പെയ്ത്തുമഴയുടെയും നമ്മുടെ നദിയിലെ ജലനിരപ്പും കാരണം നമുക്ക് തീർച്ചയായിട്ടും വെള്ളപ്പൊക്കത്തിന്റെ ഒരു സാധ്യത കൂടിയുണ്ട് എന്ന് അറിയിക്കുകയാണ്. അതിനാൽ നദീതീരത്ത് താമസിക്കുന്ന എല്ലാ ജനങ്ങളും കുടുംബങ്ങളും തങ്ങളുടെ വീടുകളിൽ നിന്നും സുരക്ഷിതമായിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും റവന്യൂ വകുപ്പിന്റെയും നിർദ്ദേശമനുസരിച്ച് മാറി താമസിക്കണം എന്നും എല്ലാ ജാഗ്രതയും പാലിക്കണം എന്നും അറിയിച്ചുകൊള്ളുന്നു. മുഖ്യമന്ത്രി പത്തനംതിട്ടയിലെ ജനപ്രതിനിധികളുടെ അടിയന്തര യോഗം വിളിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതോടെ പത്തനംതിട്ടയിൽ സ്ഥലങ്ങളിലും ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. ആലപ്പുഴയിലെ കുട്ടനാട്, ചെങ്ങന്നൂർ, മാവേലിക്കര, കാർത്തികപ്പള്ളി താലൂക്കുകളിലും ജാഗ്രത പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നു. ശശിനാരായണൻ, ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് കക്കി ഡാം തുറക്കുക എന്ന് അറിയിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ? ദിവ്യ, ഇന്ന് രാവിലെ 11 മണിക്കാണ് ഷട്ടറുകൾ തുറക്കുന്നതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. കക്കി ഡാമിന്റെ 2 ഷട്ടറുകൾ നിലവിൽ ഉയർത്തിക്കൊണ്ട് 100 മുതൽ 200 ക്യൂബിക്സ് വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് ജനവാസ മേഖലയിൽ ഏകദേശം 10 മുതൽ 15 സെന്റിമീറ്റർ വരെ പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. എന്തായാലും 15 പഞ്ചായത്തുകൾ, പമ്പാ നദിയുടെ തീരത്തുള്ള 15 പഞ്ചായത്തുകളെ ഈ ഡാം തുറന്നുവിടുന്നതുമായി ബന്ധപ്പെട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീർച്ചയായും പമ്പ, മണിമല, അച്ചൻകോവിൽ ആറുകളിൽ വളരെ ഉയർന്ന തോതിലാണ് ജലനിരപ്പ് ഇപ്പോൾ ഉള്ളത്. ഡാം കൂടി തുറക്കുമ്പോൾ സ്വാഭാവികമായി വെള്ളം കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം തീർച്ചയായും കയറുന്നൊരു സാധ്യത ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. പന്തളം, വടശ്ശേരിക്കര, കോഴഞ്ചേരി, ആറന്മുള, പന്തളം, ചെങ്ങന്നൂർ മേഖലകളിലാണ് ഇതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുക. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നദികളിൽ പമ്പയും അച്ചൻകോവിലും മണിമല അടക്കമുള്ള വെള്ളം ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഡാം കൂടി തുറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചില രീതിയിലുള്ള ആശങ്കകൾ ഇപ്പോൾ ജനങ്ങൾക്കുണ്ട്. എന്തായാലും ഇവരെയൊക്കെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ 56 ക്യാമ്പുകൾ പത്തനംതിട്ട ജില്ലയിൽ മാത്രം തുറന്നിട്ടുണ്ട്. 1125 കുടുംബങ്ങളെയാണ് ഇവിടങ്ങളിലേക്ക് മാറ്റി താമസിച്ചിട്ടുള്ളത്. ഡാം 11 മണിയോടുകൂടി തുറക്കും. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പല പഞ്ചായത്തുകൾ പല രീതിയിലുള്ള അനൗൺസ്മെന്റുകളും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങൾ കൂടിയൊക്കെ ഈ കാര്യങ്ങൾ അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നറിയിപ്പ് നൽകിയതിനു ശേഷം മാത്രമായിരിക്കും ഡാമിലെ ജലം തുറന്നുവിടുക. ഏതായാലും ഈ 3 നദികളുടെ വെള്ളം ഉയർന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഡാം തുറക്കുന്നത് ഒരു ആശങ്ക തന്നെയുള്ള കാര്യമാണ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം ശശിനാരായണൻ, ഇപ്പോഴും ഈ മലയോര മേഖലകളിലും വനപ്രദേശങ്ങളിലുമൊക്കെ ഈ ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ടോ? കിഴക്കൻ മലയോര മേഖലയായ അച്ചൻകോവിൽ, അതുപോലെ തന്നെ ചിറ്റാർ തുടങ്ങിയ മേഖലകളിലെ വനമേഖലകളിൽ, ആങ്ങമൂഴി അടക്കമുള്ള വനമേഖലയിലാണ് ഇത്തരത്തിൽ മഴ പെയ്യുന്നത്. നിലവിൽ പത്തനംതിട്ട നഗരത്തിലോ സമീപ പ്രദേശങ്ങളിലോ മഴ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ നദികളിലെ ജലം ക്രമാതീതമായി വർദ്ധിക്കുന്നു. ഇത് വനമേഖലയിൽ പെയ്യുന്ന മഴയുടെ ഒരു കണക്കാണ് ഇത്.
ഇത്തരത്തിൽ ജലം ഉയരാൻ കാരണമെന്നാണ്, ജലനിരപ്പ് ഉയരാൻ കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഇന്നലെ ഉച്ചയ്ക്കോടുകൂടി ഒരു ആശ്വാസകരമായ രീതിയിലാണ് ഈ 3 നദികളുടെയും ജലനിരപ്പ്. 2 മീറ്ററോളം അച്ചൻകോവിലിലെ ജലനിരപ്പ് താഴുകയും ചെയ്തു. പമ്പയിലെയും അതുപോലെ മണിമലയിലെയും ആറിലെ ജലനിരപ്പ് താഴ്ന്നിരുന്നു. പക്ഷേ രാത്രിയോടുകൂടി വൈകിട്ട് 5 മണിയോടുകൂടി തന്നെ ഈ നദികളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ നഗരത്തിലെങ്ങും മഴ ഈ സ്വാഭാവികമായിട്ടുണ്ടായിരുന്നില്ല. ഇത് ഈ വനമേഖലയിൽ പെയ്യുന്ന മഴയുടെ പെയ്ത്ത് നീര് ഇതുപോലെ ഈ തോടുകളിലൂടെയും അതുപോലെ തന്നെ ചെറിയ ചാലുകൾ വഴിയും ഈ നദികൾ വഴി എത്തിയതിനു ശേഷം അത് വനമേഖലയിൽ നിന്ന് ഈ നദികളിൽ എത്തി വരുന്ന ഒരു താമസമാണ് സ്വാഭാവികമായിട്ടും ഈ വെള്ളപ്പൊക്കം ഈ ജലനിരപ്പ് ഉയരാൻ കാരണമെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്തായാലും 3 നദികളും അവിടെ ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചിട്ടുണ്ടല്ലോ. എത്ര മണിക്കാണ് അത്? എങ്ങനെയാണ്? ഓൺലൈൻ വഴിയാണോ ഇന്ന് യോഗം ചേരുന്നത്? അത് ഓൺലൈൻ വഴിയാണ് ഇത്തരത്തിൽ യോഗം വിളിച്ചിട്ടുള്ളത്. ഇത് ജനപ്രതിനിധികളുമായി കൂടിയാലോചിച്ചതിന് ശേഷമായിരിക്കും 11 മണിക്ക് ഡാം തുറക്കാൻ. എന്തായാലും ഡാം തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ പ്രദേശങ്ങൾ, അതായത് 15 പഞ്ചായത്തുകളെ കൃത്യമായി ഈ ജലനിരപ്പ്, ഈ ഡാം തുറന്നാൽ ഉണ്ടാകുന്ന ജലനിരപ്പ് സ്വാഭാവികം ബാധിക്കും. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുള്ള തീരുമാനമൊക്കെ എടുത്തതിന് ശേഷമായിരിക്കും ഡാം തുറന്നു വിടുക. നിയന്ത്രിത അളവിൽ ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് അവിടെ കക്കി ഡാം തുറക്കുന്നത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. ഇടുക്കി ഡാമിലും ജലനിരപ്പ് ഉയരുന്നു. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചേക്കും. ഡാമിലെ നിലവിലെ ജലനിരപ്പ് 2396.50 അടിയാണ്. ജലനിരപ്പ് 2396.86 അടിയിലെത്തുമ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കും. ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. വൃഷ്ടി പ്രദേശത്ത് ഉൾപ്പെടെ രാത്രിയിലും മഴ തുടരുകയാണ്. ഉരുൾപൊട്ടലുണ്ടായ ഇടുക്കി കൊക്കയാറിൽ ഇന്നും തെരച്ചിൽ തുടരും. കാണാതായ സച്ചു ഷാഹുലിനായാണ് തെരച്ചിൽ. കൊക്കയാറിൽ കാണാതായ 7 പേരിൽ 6 പേരുടെയും മൃതദേഹം കണ്ടെത്തിയിരുന്നു. അതേസമയം ഉരുൾപൊട്ടലുണ്ടായ കോട്ടയം കൂട്ടിക്കലിൽ ഇന്ന് വീണ്ടും തെരച്ചിൽ നടത്തിയേക്കും. ഇവിടെ ഉരുൾപൊട്ടലിൽപ്പെട്ട 10 മൃതദേഹങ്ങൾ കണ്ടെടുത്തെങ്കിലും പോസ്റ്റ്മോർട്ടത്തിനിടെ ഒരു കാൽപാദം കൂടി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് തെരച്ചിൽ നടക്കുന്നത്. DNA പരിശോധനയിലൂടെ കാൽപാദം ആരുടേതെന്ന് കണ്ടെത്താനും തീരുമാനമുണ്ട്. ഉരുൾപൊട്ടലിൽ കൂട്ടിക്കലിൽ മരിച്ച മാർട്ടിന്റെയും കുടുംബത്തിന്റെയും സംസ്കാരം ഇന്ന് കാവാലി പള്ളിയിൽ നടക്കും. MS അനീഷ് കുമാർ ചേരുകയാണ് വിശദാംശങ്ങളുമായി. അനീഷ, എത്ര മണിയോടുകൂടി വീണ്ടും തെരച്ചിൽ ആരംഭിക്കാനാണ് തീരുമാനം? എന്താണ് പുതിയ വിവരങ്ങൾ? ദിവ്യ, രാവിലെ തന്നെ 7:30 തെരച്ചിൽ പുനരാരംഭിക്കും എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇനി കൊക്കയാറിൽ ഒരു സ്ഥലത്തു നിന്നും മാത്രം ഒരാളുടെ മൃതദേഹം, ഒരു കുട്ടിയുടെ 4 വയസ്സുകാരനായ ഷാഹുൽ സച്ചു എന്ന കുട്ടിയുടെ മൃതദേഹം മാത്രമാണ് ലഭിക്കാനുള്ളത്. ഒപ്പം ഈ കൊക്കയാർ പഞ്ചായത്തിന് സമീപം നാരകംപുഴയിൽ വെള്ളപ്പാച്ചിലിനിടെ ഒരു വീട്ടമ്മ ആൻസിയെ കാണാതായിരുന്നു. ആൻസിക്ക് വേണ്ടിയുള്ള തെരച്ചിലും ഇന്ന് നടത്തുമെന്ന് അറിയിച്ചിരുന്നു. ഇന്നലെ ആൻസിക്ക് വേണ്ടി പുഴയുടെ പല ഭാഗങ്ങളിലായി തെരച്ചിൽ നടത്തിയിരുന്നു, എങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇന്ന് വീണ്ടും തെരച്ചിൽ നടത്താനുള്ള ഒരു തീരുമാനം തന്നെയാണ് ഉള്ളത്. നേരത്തെ ഷാജി ചിറയിൽ എന്ന 56 വയസ്സുകാരനും സമാന രീതിയിൽ തന്നെ പുഴയിൽ നടത്തിയ തെരച്ചിലാണ് കണ്ടെത്തിയത്. അത് മുണ്ടക്കയത്ത് മണിമലയാറിന്റെ കൈവഴിയിൽ നിന്നാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ പുഴയിൽ ഒരു തെരച്ചിൽ നടത്തിയാൽ ഇന്ന് ഒരുപക്ഷെ ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്ന സംഭവം നടന്നിട്ട്, അതുകൊണ്ട് എന്തെങ്കിലും അത്യാഹിതങ്ങൾ ഉണ്ടായാൽ ഇന്ന് മൃതദേഹം എവിടെയെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്നൊരു കണക്കൂട്ടലുണ്ട്. അതുകൊണ്ട് ഇന്ന് ആ മൃതദേഹത്തിന് വേണ്ടിയുള്ള തെരച്ചിലും തുടങ്ങും. ഇത്തരത്തിൽ 2 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇന്ന് കൊക്കയാർ അപകടത്തിന്റെ ഭാഗമായി നടക്കുന്നത്. ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി ഇന്നലെ കണ്ടെത്തിയ ആളുകളുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകിയിരുന്നു. രാത്രി വൈകിയും ഈ പല പള്ളികളിൽ, ഖബർസ്ഥാനുകളിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അവശേഷിക്കുന്ന ആൾക്കൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരും. ഒപ്പം ദുരിതാശ്വാസ ക്യാമ്പുകൾ പലയിടങ്ങളിലായി സജ്ജമാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയുമൊക്കെയായി നിരവധി ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക്, ഈ കൊക്കയാറിലും സമീപ പ്രദേശങ്ങളുമുള്ള ക്യാമ്പുകളിലേക്ക് എത്തിയിരുന്നു. അവിടെ വേണ്ട സജ്ജീകരണങ്ങൾ കൃത്യമായി ഒരുക്കുന്നതിന് അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. സംസ്ഥാനത്തെ മുതിർന്ന മന്ത്രിയായ കെ രാധാകൃഷ്ണൻ മുണ്ടക്കയത്ത് എത്തി കാര്യങ്ങൾ വിലയിരുത്തുന്നു. നേരത്തെ ജില്ലയിലെ മന്ത്രിമാരാണ് കാര്യങ്ങൾ നോക്കിയിരുന്നെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ്, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മുതിർന്ന മന്ത്രി തന്നെ സ്ഥലത്തെത്തുകയും കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തത്. അദ്ദേഹം ഇന്ന് ഈ ദുരിതബാധിത സ്ഥലങ്ങളും ക്യാമ്പുകളും ഒക്കെ സന്ദർശിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ദിവ്യ, ശരി. MS അനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. അവിടെ ഒരാളുടെ കൂടി മൃതശരീരം തെരച്ചിലിൽ കണ്ടെത്താനുണ്ട്. അതിനായുള്ള തെരച്ചിലാണ് ഇന്ന് തുടരുക. കൊക്കയാറിൽ നിന്ന് കൂട്ടിക്കലിലെ വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേർന്നു. ശ്രീജിത്ത്, അവിടെ ഒരാൾ കൂടി കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന സംശയമുണ്ടല്ലേ? അതിനായുള്ള തെരച്ചിലാണല്ലേ ഇന്ന് തുടരുന്നത്?
തീർച്ചയായും ദിവ്യ. അതായത് ഇന്നലെ കണ്ടെത്തിയ ഈ പ്ലാപ്പള്ളിയിലാണുള്ളത്. പ്ലാപ്പള്ളിയിൽ കണ്ടെത്തിയ 4 മൃതദേഹങ്ങളാണുള്ളത്. അതിലൊരു കൊച്ചുകുട്ടി 14 വയസ്സുകാരന്റെ മൃതദേഹം ഉണ്ടായിരുന്നു. പല ശരീരഭാഗങ്ങളും വേർപിരിഞ്ഞ നിലയിലായിരുന്നു ഈ പ്ലാപ്പള്ളിയിൽ നിന്ന് കിട്ടിയ ശരീരങ്ങളെല്ലാം തന്നെ. കാരണം അവിടെ വലിയ പാറക്കല്ലുകളും മറ്റും വീണാണ് ഈ ഇതിനിടയിൽ ദുരന്തം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിനിടയിൽ കിട്ടിയ ഒരു കാൽ ഈ കുട്ടിയുടേതല്ല എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തിരിച്ചറിയുകയായിരുന്നു. ഡോക്ടർമാർ ഇത് സംബന്ധിച്ചുള്ള വിവരം ജില്ലാ ഭരണകൂടത്തെ അറിയിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് അവിടെ വീണ്ടും ഒരു തിരച്ചിൽ കൂടി നടത്താൻ ആലോചിക്കുന്നത്. നിലവിൽ അവിടെ ആരെയും കാണാതായി എന്ന പരാതികളില്ല. പക്ഷെ അത്തരം പരാതികൾ ഇല്ലെങ്കിൽ പോലും അതിനെ ഗൗരവമായി തന്നെ കാണുകയാണ്. കാരണം അവിടെ ഫോൺ ബന്ധമില്ല, വൈദ്യുതി ഇല്ല. അതുകൊണ്ട് തന്നെ ആളുകൾ പരാതിപ്പെടാൻ ആളുകൾ അറിയാതെ മാറി നിൽക്കുന്ന കുറെ മനുഷ്യരുണ്ടാകും. അത്തരത്തിലുള്ളവർ ഉണ്ടെങ്കിൽ പോലും അവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള തിരച്ചിൽ വേണ്ടിവരും. ഒപ്പം തന്നെ DNA പരിശോധനയും ഉണ്ടാകും. 2 പ്രധാനപ്പെട്ടത് ഒന്ന് ഇന്നവിടെ നടക്കുന്നത് ഈ കാവാലിയിൽ മരിച്ച മാർട്ടിന്റെ കുടുംബത്തിന്റെ സംസ്കാരമാണ്. ഉച്ചയ്ക്ക് ഏതാണ്ട് 2 മണിയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ. ആദ്യം ഇവരുടെ ബന്ധുക്കൾ ആരും ഇവിടെ ഇനി അവശേഷിക്കുന്നില്ല. മാർട്ടിന്റെ കുടുംബത്തിൽ ഇനി ആരും അവശേഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഭാര്യ സിനിയുടെ കുടുംബത്തിലുള്ളവർ പാലക്കാടാണ് ഉള്ളത്. അവിടേക്ക് മൃതദേഹം കൊണ്ടുപോകാനുള്ള ആലോചനകൾ ഉണ്ടായിരുന്നു. പക്ഷെ ജില്ലാ ഭരണകൂടമാണ് ഇത് സംബന്ധിച്ച് അത് ഇവിടെ തന്നെ സംസ്കരിക്കുന്നതായിരിക്കും ഉചിതം എന്ന നിർദ്ദേശം ബന്ധുക്കൾക്ക് മുന്നിൽ വെച്ചത്. അവരുടെ ഇടവക പള്ളി തന്നെയാണ് കാവാലി പള്ളി. അവരുടെ വീടിരിക്കുന്നിടത്ത് അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ദുരന്തം ഉണ്ടായ സ്ഥലത്തിന് തൊട്ട് മുകൾ ഭാഗത്തായിട്ടാണ് ഈ പള്ളി വരുന്നത്. അവിടെ ആയിരിക്കും സംസ്കാരം ഉണ്ടാകുക. ഏതാണ്ട് 2 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും. ശരി, കൂട്ടിക്കല വിവരങ്ങളാണ് ജി ശ്രീജിത്ത് നൽകിയത്. സംസ്ഥാനത്ത് ഇന്ന് 3 ജില്ലകളിൽ ഇടിയോടുകൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ പ്രവചനം. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് കൂടുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇവിടങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് മാത്രമാണ് സാധ്യത. അതേസമയം മറ്റന്നാൾ മുതൽ മഴ വീണ്ടും ശക്തിപ്പെടുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. തുടർന്ന് 4 ദിവസമായിരിക്കും ശക്തമായി പെയ്യുക. വിവിധ ഡാമുകളിലും ജലനിരപ്പ് ഉയരുകയാണ്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ച ശേഷമാകും വിവിധ ഡാമുകൾ തുറക്കുന്ന തീരുമാനമെടുക്കുകയെന്ന് KSCB അറിയിച്ചു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തൃശൂരിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന ജലത്തിന്റെ തോത് വർദ്ധിപ്പിച്ചു. മഴ ശക്തമായി തുടരുന്നതിനാൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് അടുത്ത മണിക്കൂറുകളിൽ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. പീച്ച് ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം വരുന്നതിനാൽ മണലിപ്പുഴയിലും ജലനിരപ്പ് ഉയർന്നു. തൃക്കൂർ, പള്ളം മേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചു. ചിമ്മിനി ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നുവിട്ടതോടെ കരുവന്നൂർ പുഴയിലും ആറാട്ടുപുഴയിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യാൻ ഇന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരും. രാവിലെ 10:00 കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. MLAമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. കനത്ത മഴയെ തുടർന്ന് മലമ്പുഴ ഉൾപ്പെടെയുള്ള ഡാമുകളെല്ലാം തുറന്നിട്ടുണ്ട്. നിലവിൽ കാഞ്ഞിരപ്പുഴയിൽ മാത്രമാണ് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുള്ളതെങ്കിലും കൂടുതൽ ക്യാമ്പുകൾ വേണോ എന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമെടുക്കും. ജില്ലയിലുണ്ടായ കൃഷിനാശവും യോഗം ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് നടത്താനിരുന്ന വിവിധ പരീക്ഷകൾ മാറ്റിവെച്ചു. +1 പരീക്ഷ കേരള, MG, കാലിക്കറ്റ്, കൊച്ചി ആരോഗ്യ സർവകലാശാലകൾ നടത്താനിരുന്ന പരീക്ഷയാണ് മാറ്റിവെച്ചത്. കണ്ണൂർ സർവകലാശാലയിലെ തലശ്ശേരി ക്യാമ്പസിൽ നടത്താനിരുന്ന 1ാം സെമസ്റ്റർ MBA പരീക്ഷ ഒഴികെയുള്ള എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. മാറ്റിവെച്ച +1 പരീക്ഷ നവംബർ 1 മുൻപ് നടത്തും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളടക്കം എല്ലാ വിദ്യാലയങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കും. വാർത്തയിലേക്ക്. ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേരിയിൽ കർഷകരെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് കർഷകർ ഇന്ന് രാജ്യവ്യാപകമായി ട്രെയിൻ തടയും. രാവിലെ 10 മണി മുതൽ 4 മണി വരെയാണ് റെയിൽ റെക്കോ സമരത്തിന് സംയുക്ത കിസാൻ മോർച്ച ആഹ്വാനം ചെയ്തിട്ടുള്ളത്. സമരം സമാധാനപരമായിരിക്കണമെന്നും ട്രെയിനുകൾക്ക് കേടുപാടുകൾ വരുത്തരുതെന്നും സംഘടനാ നേതാക്കൾ കർഷകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കർഷകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ കേന്ദ്രമന്ത്രി അജയ് മിശ്ര രാജിവെക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. മന്ത്രിയെ പുറത്താക്കിയില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒക്ടോബർ 3-നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ വാഹന വ്യൂഹം ഇടിച്ചു കയറി 4 കർഷകരും തുടർന്നുണ്ടായ സംഘർഷത്തിൽ 4 പേരും കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മന്ത്രിയുടെ മകൻ ആശിഷ് മിശ്രയെ UP പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു.
രാജ്യത്തെ ആഭ്യന്തര വിമാന സർവീസുകൾ 100% യാത്രക്കാരുമായി സർവീസ് പുനരാരംഭിച്ചു. കോവിഡ് വ്യാപനം കുറഞ്ഞ പശ്ചാത്തലത്തിലാണ് വ്യോമയാന മന്ത്രാലയം ഇന്നു മുതൽ മുഴുവൻ സീറ്റുകളിലും യാത്രക്കാരെ പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ചത്. കോവിഡ് ലോക്ഡൌണിനെ തുടർന്ന് നിർത്തിവച്ചിരുന്ന വിമാന സർവീസുകൾ കഴിഞ്ഞ വർഷം മെയ് 25-ന് പുനരാരംഭിച്ചിരുന്നെങ്കിലും ഇതുവരെയും പൂർണ്ണമായും യാത്രക്കാരെ പ്രവേശിപ്പിച്ചിരുന്നില്ല. ഘട്ടം ഘട്ടമായി യാത്രക്കാരുടെ എണ്ണം 85%ആക്കിയിരുന്നു. CBSE 10-12 ക്ലാസുകളിലെ ഒന്നാം ഘട്ട പരീക്ഷാ തീയതി ഇന്ന് പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റായ cbse.gov.in-ലാണ് തീയതി പ്രസിദ്ധീകരിക്കുക. കോവിഡ് പശ്ചാത്തലത്തിലാണ് 2 ഘട്ടമായി പരീക്ഷ നടത്താൻ ബോർഡ് തീരുമാനിച്ചത്. 10ാം ക്ലാസ് പരീക്ഷ നവംബറിലും 12ാം ക്ലാസ് പരീക്ഷ ഡിസംബറിലുമാണ് നടക്കുക. കോവിഡ് വ്യാപനത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം 10-12 ക്ലാസുകളിൽ വാർഷിക പരീക്ഷ നടത്തിയിരുന്നില്ല. ബദൽ മാനദണ്ഡത്തിലൂടെയാണ് മാർക്ക് നിശ്ചയിച്ചത്. KPCC ഭാരവാഹികളെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളടക്കം 51 പേരുടെ പട്ടികയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. 4 വൈസ് പ്രസിഡന്റുമാർ, 16 ജനറൽ സെക്രട്ടറിമാർ, 1 ട്രഷറർ, 30 എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിങ്ങനെയാകും പട്ടികയിൽ ഉണ്ടാവുകയെന്നാണ് വിവരം. KPCC അധ്യക്ഷൻ K. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ നേരത്തെ ഹൈക്കമാൻഡിന് സമർപ്പിച്ച പട്ടികയിൽ മുതിർന്ന നേതാക്കൾ എതിർപ്പറിയിച്ചിരുന്നു. തുടർന്ന് ഇവരുമായി സംസ്ഥാന നേതൃത്വം ചർച്ച നടത്തിയാണ് അന്തിമ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ CPM നേതാവ് VPP മുസ്തഫയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ CBI നിർദ്ദേശം. മന്ത്രി MV ഗോവിന്ദന് പ്രൈവറ്റ് സെക്രട്ടറിയായ മുസ്തഫയോട് ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായാണ് VPP മുസ്തഫയെ CBI വിളിപ്പിച്ചിരിക്കുന്നത്. കൊലയ്ക്ക് മുൻപ് കല്ലൂട്ട് നടന്ന CPM പ്രതിഷേധ യോഗത്തിൽ മുസ്തഫ നടത്തിയ പ്രസംഗം വിവാദമായിരുന്നു. കൊലവിളി പരാമർശങ്ങളടങ്ങിയ പ്രസംഗത്തിന്റെ വീഡിയോ ഇരട്ടക്കൊലയ്ക്ക് പിന്നാലെ പ്രചരിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ആദ്യം കേസന്വേഷിച്ച ക്രൈംബ്രാഞ്ച് സംഘം മുസ്തഫയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിൽ മുസ്തഫ സാക്ഷിയുമാണ്. അന്വേഷണം അവസാന ഘട്ടത്തിലെത്തിയ സാഹചര്യത്തിലാണ് മുസ്തഫയോട് ഹാജരാകാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് നിരവധി പ്രാദേശിക CPM നേതാക്കന്മാരെ ഇതിനകം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഡിസംബർ 4-നകം കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഹൈക്കോടതി CBIയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. നികുതി തട്ടിപ്പ് വിഷയത്തിൽ തിരുവനന്തപുരം നഗരസഭയിലെ പ്രതിപക്ഷ സംഘടനകളുടെ സമരം ഇന്ന് 20ാം ദിവസത്തിലേക്ക്. രാത്രിയിലും കൌൺസിൽ ഹാളിൽ സമരത്തിലിരിക്കുന്ന വനിതാ കൌൺസിലർമാരെ കാണാൻ വൈകിട്ട് കുടുംബാംഗങ്ങൾ എത്താറുണ്ട്. അവരുടെ വിശേഷങ്ങളിലേക്ക്. അമ്മ വീട്ടിൽ വരാത്തതിൽ വിഷമമുണ്ടോ? ഇത് പൗടിക്കോണം വാർഡ് കൗൺസിലർ അർച്ചന മണികണ്ഠനും മകൾ മാധവിയും. വൈകിട്ട് അമ്മയെ കാണാൻ അച്ഛനും ചേച്ചിക്കുമൊപ്പം വന്നതാണ്. വീട്ടിൽ വരാതെ അമ്മ സമരത്തിലായതോടെ രാവിലെയോ വൈകിട്ടോ ഇങ്ങനെ വന്ന് കണ്ടുപോകും. മക്കളെ പിരിഞ്ഞിരിക്കുന്നതിൽ കൗൺസിലർക്കുമുണ്ട് വേദന. ഇത്രയും ദിവസം കുട്ടികളെ മാറി ഞാൻ നിന്നിട്ടില്ല. ഇത്രയും ദിവസം എന്നല്ല, ഒരു ദിവസം പോലും മാറി നിന്നിട്ടില്ല. പക്ഷേ എന്നാലും ഈ സമരത്തിൽ നമ്മുടെ ഫാമിലി എന്നുള്ള ഒരു ഇത് വിട്ടാൽ ഈ സമരം ഒരു വിജയമാക്കി തന്നെ തീർക്കണം, വിജയിച്ച് തന്നെ പോകണം എന്ന് തന്നെയാണ്. വിജയം വരെയും ഞങ്ങൾ സമരം ചെയ്യും. അമ്മ വീട്ടിൽ വരാത്തതിൽ വിഷമമുണ്ടെങ്കിലും സമരം ജയിക്കണമെന്നാണ് മൂത്ത മകൾ മീനാക്ഷിയുടെ ആഗ്രഹം. ഈ സമരം ഇത്രയും നമ്മൾ 19 ദിവസം നിന്നില്ല, അപ്പോൾ ഇനി അത് നീണ്ടത് ജയിച്ചാലും അതാണ് എനിക്ക് ആഗ്രഹം. എസ്റ്റേറ്റ് വാർഡ് കൗൺസിലർ സൗമ്യയുടെ മകൾ ഗൗരിക്കും ഇതേ നിലപാടാണ്. വിഷമം ഉണ്ട്, എങ്കിലും ഇങ്ങനെ ഒരു കാര്യത്തിനായോണ്ട് കുഴപ്പമില്ല. ഭാര്യമാർ സമരത്തിലായതോടെ വീട്ടിലായത് ഭർത്താക്കന്മാരാണ്. എങ്കിലും അഴിമതിക്കെതിരായ സമരത്തിൽ പങ്കാളികൾക്ക് പൂർണ്ണ പിന്തുണയാണ് ഇവർ നൽകുന്നത്. വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുട്ടികൾക്കുള്ള ആഹാരത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അമ്മ വയസ്സായ ആളാണ്. ആഹാരമെല്ലാം വെളിയിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ച് കഴിക്കുന്നത്. പിന്നെ ദിവസം ഞങ്ങൾ മക്കളെ കൊണ്ടിവിടെ വരും, വന്ന് കാണിക്കാൻ കൊണ്ടുവരും. പിന്നെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു സമരമല്ലേ, നല്ലൊരു സപ്പോർട്ട് കൊടുത്തേ പറ്റൂ. വീട്ടിലെ കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നമ്മുടെ നാട്ടിലൊരാവശ്യത്തിന് വേണ്ടി സമരം ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ എല്ലാവിധ കുടുംബത്തിൻ്റെ എല്ലാ സപ്പോർട്ടും കൗൺസിലറോട് കൂടെ ഉണ്ട്. സമരം ഇനിയും തുടരുന്നതിൽ ആശങ്കയുണ്ടോ എന്ന ചോദ്യത്തിന് മേലാങ്കോട് കൗൺസിലർ ശ്രീദേവിയുടെ മകൾ കൃഷ്ണനന്ദയുടെ മറുപടി ഇങ്ങനെ: അമ്മയ്ക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നത്, അപ്പം കുഴപ്പമൊന്നുമില്ല. ആൾക്കാർക്ക്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ അമ്മ ഇങ്ങനെയാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. മോർണിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക മലയാളം.news18.com.